ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുന്ന കണ്ടീഷൻസിനെ കുറിച്ചാണ്. ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുന്നതിന് 5 കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലംസം മെത്തേഡ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് ആൻഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, purchase of own debentures from open market, then 5th condition redemption by conversion. ഇങ്ങനെ 5 കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലംസം മെത്തേഡ്, ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, then purchase of own debentures from open market, then redemption by conversion. ഇപ്പോൾ ഈ redemption by conversion എന്ന 5th മെത്തേഡ്സ് പ്രകാരമുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ 4 കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 5ാമത്തെ കണ്ടീഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നിലവിലുള്ള ഡിബഞ്ചേഴ്സിനെ പുതിയ ഡിബഞ്ചേഴ്സോ പുതിയ ഷെയർസോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യലാണ്, മാറ്റലാണ്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു? സോ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. ഓക്കെ, so redemption by conversion means converting the existing debentures into new shares or new debentures. പുതിയ ഷെയർസോ പുതിയ ഡിബഞ്ചേഴ്സോ ആയിട്ട് നിലവിലുള്ള ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. ആ പ്രകാരമുള്ള 4 കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ ആൻഡ് ന്യൂ ഷെയർസ് ആർ റെഡീംഡ് അറ്റ് പാർ. Existing debentures are redeemed at par and new shares are redeemed at premium. Existing debentures are redeemed at premium and new shares are issued at premium. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 4 കണ്ടീഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 5ാമത്തെ കണ്ടീഷൻ നോക്കാം. നോക്കുക, when debentures are redeemed at par on maturity and new debentures are issued at discount. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സ്, നിലവിലുള്ള ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് പാറിനാണ്, അതിന് തുല്യമായിട്ട് ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ഓക്കെ, അപ്പം പാർ ആൻഡ് ഡിസ്കൗണ്ട് ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നേരത്തെ പറഞ്ഞിരുന്നത് പാറും പ്രീമിയം പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം പറഞ്ഞിട്ടുണ്ട്, പ്രീമിയവും പാറും പറഞ്ഞിട്ടുണ്ട്. 4 കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് പാർ ആൻഡ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, സോ വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ, പാറിനാണ് റെഡീം ചെയ്യുന്നത്, ആൻഡ് ന്യൂ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, അതിന് തുല്യമായിട്ടുള്ള ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു എക്സാമ്പിൾ പറയാം. അപ്പം 9% ഡിബഞ്ചേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപയുടെ 9% ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 9% ഡിബഞ്ചറാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. അങ്ങനെ 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കമ്പനിയുടെ കയ്യിലുണ്ട്. അതിന് തുല്യമായിട്ടുള്ള പുതിയ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിലുള്ളതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു 9% എന്നുള്ളതിന് പകരം കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു 10% ഡിബഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 10% ഡിബഞ്ചേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപയുടെ 10% ഡിബഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഇതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കമ്പനി നിലവിലുള്ള ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുമ്പോൾ പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചറോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്ന സമയത്ത് റിഡംഷൻ്റെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് 2 ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഇത് നോക്കുക, അതിന് താഴെ എഴുതിയിട്ടുണ്ട് ജേണൽ എൻട്രീസ്. ഫസ്റ്റ്, നിലവിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ എമൗണ്ട് ഡ്യൂ ആവണം. ഓക്കെ, ഡ്യൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തുല്യമായിട്ടുള്ള ഡ്യൂ ആയ എമൗണ്ടിന് തുല്യമായിട്ടുള്ള പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അതാണ് കണ്ടീഷൻ. അപ്പം ഡ്യൂ ആവുക, അതിന് തുല്യമായിട്ട് പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ഫസ്റ്റ് ജേണൽ എൻട്രി, സോ എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആവുന്നു. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ, റിഡംഷന് തുല്യമായിട്ടുള്ള എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്നു. ഓക്കെ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്.
അപ്പോൾ എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള പുതിയ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിനാണ്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി നോക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് മീൻസ് ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതാൻ കാരണം എന്താ? കമ്പനി എപ്പോഴും നിലവിൽ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള അതേ ഡിബഞ്ചർ വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 9% ഡിബഞ്ചറാണ് കമ്പനിയുടെ കയ്യിലുള്ളതെങ്കിൽ കമ്പനി പിന്നെ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? 10% ഡിബഞ്ചറാണ്, പുതിയൊരു ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂ ഡിബഞ്ചർ എന്ന് എഴുതാൻ അവിടെ കാരണം. ഓക്കെ, അപ്പം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇഷ്യൂഡ് ന്യൂ ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന് പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഇതാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ഓൾറെഡി നിങ്ങൾക്ക് അറിയണം. ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിനകത്ത് നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയാണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയാണ് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതായത് റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാണ്. ഇഷ്യൂ ചെയ്യുന്ന ഓൾറെഡി നിങ്ങൾക്കറിയാം. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്താകുമ്പോൾ അതിന് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കാൾ മണി, ഫൈനൽ കാൾ മണി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ദെൻ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുമ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഫസ്റ്റ് കാൾ മണി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? പിന്നെ ഫസ്റ്റ് കാൾ മണി, ഫൈനൽ കാൾ മണി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ റിഡംഷൻ നടത്തുന്ന സമയത്ത് എഴുതുന്ന 2 ജേണൽ എൻട്രിയാണ്. ആദ്യം അവർക്ക് എമൗണ്ട് ഡ്യൂ ആവുന്നു. ഡ്യൂ ആവുന്ന എമൗണ്ടിന് തുല്യമായിട്ട് ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ വരിക? ക്യാഷ് ആണെങ്കിൽ എമൗണ്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി എന്താ വരുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് വരുന്നത്. ഇവിടെ ഷെയർ ആയതുകൊണ്ടാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഷെയർസ് അക്കൗണ്ട് എന്ന് വരുന്നത്. ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വരുന്നത്. ഓക്കെ, ഷെയറോ ഡിബഞ്ചർ ആകുമ്പോൾ ആ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ആണ് വരിക. ഇപ്പോൾ നമ്മുടെ കണ്ടീഷനിൽ ഡിബഞ്ചർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, ഡിസ്കൗണ്ടിനായതുകൊണ്ട് ഡിസ്കൗണ്ടിനെ ഡെബിറ്റും ചെയ്തു. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ജേണൽ എൻട്രി. നിങ്ങൾ ഓർക്കുക, 2 ജേണൽ എൻട്രി. എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ടിനായതുകൊണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇത്രയാണ് വരുന്നത്. ഇത് പ്രകാരമുള്ളൊരു പ്രോബ്ലം ഇതിന് താഴെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.